നമ്മളിന്ന് സ്കൂൾ ഓഫ് സിംപത്തി എന്നുള്ള ചാപ്റ്ററാണ് പറയാൻ പോകുന്നത്. ഇത് ഒരേ സമയം ഡിഗ്രിയിലും 8ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലും കാണുന്ന ഒരു പാഠമാണ്. വി ലൂക്കാസ് എഴുതിയ ദ സ്കൂൾ ഫോർ സിംപതി ഇല്ലെങ്കിൽ മിസ് ബീംസ് സ്കൂൾ എന്നുള്ള പാഠമാണിത്. ഓക്കെ, ഇത് എഴുതിയിട്ടുള്ളത് എഡ്വേർഡ് വെറൽ ലൂക്കാസ് ആണ്. അദ്ദേഹം 1868 ജനിച്ചു, 1938 മരണപ്പെട്ടു. ഹി വാസ് എ ഫേമസ് ഇംഗ്ലീഷ് ഹ്യൂമറിസ്റ്റ്. ഇംഗ്ലീഷ് ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതേപോലെ തന്നെ എസ്സേയിസ്റ്റാണ്, പ്ലേ റൈറ്റാണ്, ബയോഗ്രഫറാണ്, പബ്ലിഷറാണ്, പോയറ്റാണ്, നോവലിസ്റ്റാണ്. അങ്ങനെ പല മേഖലകളിലും അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഈ മിസ് ബീം സ്കൂൾ അല്ലെങ്കിൽ സ്കൂൾ ഫോർ സിംപതി എന്ന് പറയുന്നത്, നമുക്കറിയാം സ്കൂളുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് അല്ലേ. സ്കൂളുകൾ നമ്മൾക്ക് തരുന്ന ഒരു ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് ചെറുതല്ല. അപ്പോൾ ഇവിടെ നമ്മളോട് നമ്മുടെ റൈറ്റർ ഒരു സ്കൂൾ പരിചയപ്പെടുത്തുകയാണ്. മിസ് ബീമിൻ്റെ സ്കൂൾ ആണ്. മറ്റു സ്കൂളുകളിൽ നിന്നും വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു സ്കൂളാണ് മിസ് ബീംസ് സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി സ്റ്റോറിയിലേക്ക് പോവാം. I had heard a lot about Miss Beam's school, but I did not get the chance to visit till last week. When I arrived at the school, I saw a girl about 12 with her eyes covered with a bandage being led carefully between the flower beds by a little boy of 8. She stopped and asked who it was that had come in, and he seemed to be describing me to her. Then they passed on. അപ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫ് ഇതാണ്. അവിടെ ആദ്യം പറയുന്നത്, ഞാൻ കുറേ നാളായിട്ട് മിസ് ബീമിൻ്റെ സ്കൂളിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, പക്ഷേ കഴിഞ്ഞ ആഴ്ച വരെ എനിക്ക് ആ സ്കൂളിലേക്ക് എത്താൻ വേണ്ടി പറ്റിയിരുന്നില്ല, അല്ലെങ്കിൽ ആ സ്കൂളിൽ പോകാനുള്ള ചാൻസ് എനിക്ക് ലഭിച്ചിരുന്നില്ല. ഞാനങ്ങനെ ആ സ്കൂളിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഞാൻ ആദ്യം കാണുന്നത് 12 വയസ്സുള്ളൊരു കുട്ടി, അവളുടെ കണ്ണ് ബാൻഡേജ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയെ ബാൻഡേജ് കൊണ്ട് കവർ ചെയ്ത ആ 12 വയസ്സുള്ള കുട്ടിയെ മറ്റൊരു ചെറിയ ബോയ്, ഒരു 8 വയസ്സുള്ള ബോയ് ഫ്ലവർ ബെഡ്സിൻ്റെ, അതായത് ഗാർഡനിലെ പൂക്കളുടെ ഇടയിലൂടെ നടത്തിക്കൊണ്ട് പോവുമായിരുന്നു. അതായത് കണ്ണ് കാണാത്ത കുട്ടിയെ നയിക്കുന്ന പോലെ കൊണ്ടുപോവുമായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ആ പെൺകുട്ടി ഒന്ന് സ്റ്റോപ്പ് ആവുകയും ആരാണ് അതിലൂടെ പാസ്സാവുന്നത്, അവൾക്കത് മനസ്സിലായി, അത് ആരാണ് പാസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത് പോലെ ഓദറിന് തോന്നി. അങ്ങനെ ആ ബോയ് ആ പെൺകുട്ടിയോട് താൻ ആരാണ് എന്നുള്ളൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് അവരവിടെ നിന്നും പാസ്ഡ് ഓൺ, അവിടെ നിന്നും പോയി. മിസ് ബീം വാസ് ഓൾ ദാറ്റ് ഐ ഹാഡ് expected, middle-aged, authoritative, kind and understanding. Her hair was beginning to turn grey, and her round figure was likely to be confronting to a homesick child. അപ്പോൾ ഇനി നമ്മൾ പ്രധാന ക്യാരക്ടറായിട്ടുള്ള മിസ് ബീമിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാണ്. മിസ് ബീം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെയുള്ള ഒരു ക്യാരക്ടറാണെന്നാണ് ഓദർ നമ്മളോട് പറയുന്നത്. ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു മധ്യവയസ്സിലുള്ള ഒരു സ്ത്രീയാണ് അവർ. അതോറിറ്റേറ്റീവാണ്, എല്ലാവരെയും നിയന്ത്രിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. അതേപോലെ കൈൻഡാണ്, നല്ല ദയയുള്ള, അതേസമയം എല്ലാവരെയും മനസ്സിലാക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് മിസ് ബീം. അവരുടെ മുടി എന്ന് പറയുന്നത് ചെറുതായിട്ട് ഗ്രേ ആവാൻ തുടങ്ങിയിട്ടുണ്ട്, അതായത് നരച്ച് തുടങ്ങിയിട്ടുള്ള മുടിയാണ് അവർക്കുള്ളത്. ഒരു റൗണ്ട് ഫിഗർ, തടിച്ചുരുണ്ട ഒരു പ്രകൃതമാണ്, ഇല്ലെങ്കിൽ കാണാൻ അങ്ങനെയാണ് മിസ് ബീമിന് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു രൂപം വീട് മിസ്സ് ചെയ്യുന്ന, ഹോം സിക്ക് എന്ന് പറഞ്ഞാൽ വീട് വിട്ട് നിൽക്കുന്ന ഇല്ലെങ്കിൽ വീട് മിസ്സ് ചെയ്യുന്ന ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടിക്ക് ഒരു അമ്മയുടെ വാത്സല്യം തോന്നുന്ന പോലെയുള്ള ഒരു രൂപമാണ് നമ്മുടെ മിസ് ബീമിൻ്റേത്. We chatted for a while, and when I asked her some questions about her teaching methods, which I had heard were simple, she said, "We teach only those things that are simple and useful to pupils: spelling, adding, subtracting, multiplying, writing, etc. The rest is done by reading to them and giving them interesting tasks. There are practically no other lessons." I have heard so much, I said, about the originality of your system. Miss Beam smiled. Ah yes, she said. I am coming to that. അപ്പോൾ ഇതാണ് തേർഡ് പാരഗ്രാഫ് ഇവിടെ പറയാണ്. അപ്പോൾ നമ്മുടെ മിസ് ബീമിനെ നമ്മുടെ വി ലൂക്കാസ് കണ്ടു, അവർ തമ്മിൽ സംസാരിക്കുകയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വി ലൂക്കാസ് അവരോട് ചോദിക്കുന്നുണ്ട്, അവരുടെ ടീച്ചിങ് മെത്തേഡ്സിനെ കുറിച്ച്. ഓരോ കുട്ടിയെയും എങ്ങനെ പഠിപ്പിക്കാം
എന്ന് പറയുന്നതാണ് ടീച്ചിങ് മെത്തേഡ്സ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറയാണ്, ഞാൻ ഇവിടുത്തെ മെത്തേഡ്സൊക്കെ വളരെ സിമ്പിളാണെന്ന് കേട്ടിട്ടുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ അതിന് മറുപടിയായിട്ട് മിസ് ബീം കൊടുക്കുന്നത് ഈ ഉത്തരമാണ്, ഞങ്ങളിവിടെ ആകെ പഠിപ്പിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കുട്ടികൾക്ക്, പ്യൂപ്പിൾസ്, ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സ്പെല്ലിംഗ് പഠിപ്പിക്കും, അവരെ കൂട്ടാനും കുറയ്ക്കാനും ആഡിങ്ങും സബ്സ്ട്രാക്ഷനും പഠിപ്പിക്കും, ഗുണിക്കാൻ പഠിപ്പിക്കും, അതേപോലെ തന്നെ എഴുതാനും പഠിപ്പിക്കും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. പിന്നെ അവർക്ക് വേണ്ടി വായിച്ചു കൊടുക്കും. അത് വായിച്ചു കൊടുക്കുകയും മറ്റുള്ളവർ കുട്ടികൾക്ക് വേണ്ടി വായിച്ചു കൊടുക്കുകയും അവരത് മനസ്സിലാക്കുകയും ചെയ്യും. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, കുട്ടികളിൽ താല്പര്യം ജനിപ്പിക്കുന്ന പോലെയുള്ള ടാസ്കുകൾ അവർക്ക് കൊടുക്കും. പിന്നെ പ്രത്യേകിച്ച് പ്രാക്ടിക്കലി ലെസൺസ് ഒന്നും കൊടുക്കാറില്ല, അതായത് അവരെ കൊണ്ട് ചെയ്യിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എന്നും പറഞ്ഞു. ഐ ഹാവ് ഹേർഡ് സോ മച്ച് ഐ സെഡ്. അപ്പോൾ ഇ.വി. ലൂക്കാസ് മറുപടി കൊടുക്കണം, ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഒറിജിനാലിറ്റി, നിങ്ങളുടെ ആ ഒരു സിസ്റ്റം പഠിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് വളരെ നാച്ചുറലാണ്, അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്ന് ഇ.വി. ലൂക്കാസ് മറുപടി കൊടുത്തു. അപ്പോൾ മിസ് ബീം അത് കേട്ട് ഒന്ന് ചിരിച്ചു. എന്നിട്ട് അതിന് തലയാട്ടിക്കൊണ്ട് അവർ പറയണം, അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത് എന്നവർ പറഞ്ഞു. ഇനി ആ സ്കൂളിൻ്റെ എയിമിനെ കുറിച്ചാണ് പറയുന്നത്. ദ റിയൽ എയിം ഓഫ് ദിസ് സ്കൂൾ ഈസ് നോട്ട് ടു ടീച്ച് തോട്ട് ബട്ട് തോട്ട്ഫുൾനെസ്, ഹ്യൂമാനിറ്റി, kindness and citizenship. That is the ideal I have always had, and happily there are parents good enough to trust me to try and put it into practice. Look out of the window a minute, will you? നോക്കാം. അപ്പോൾ ഈ സ്കൂളിൻ്റെ റിയൽ എയിം, ഈ ഒരു സ്കൂൾ കൊണ്ട് ഞങ്ങൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ചിന്തിക്കാനല്ല, തോട്ട്ഫുൾനെസ്സാണ്. അതായത് ചിന്തയല്ല ഞങ്ങൾ പഠിപ്പിക്കുന്നത്, പകരം ചിന്തിക്കാനാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന് മിസ് ബീം പറഞ്ഞു. അതായത് എന്താണ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വം എന്താണ്, ദയ എന്താണ്, പൗരബോധം എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത് എന്നവർ പറഞ്ഞു. അതുപോലെ അതിനുള്ള ഐഡിയൽസ്, അതിനുള്ള മോഡൽസ് ഞങ്ങൾ തന്നെയാണ്. ഞങ്ങളവരെ ഹാപ്പി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. പാരൻസിനും എന്നിലുള്ള വിശ്വാസം, ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലുള്ള വിശ്വാസം പാരൻസിനുണ്ട്. അതാണ് എന്നെക്കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും പ്രാക്ടീസ് ചെയ്യിക്കാനും അത് നടപ്പിലാക്കാനും വേണ്ടി കാരണമായി മാറുന്നത്. നിങ്ങൾ ഒരു നിമിഷം ആ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമോ എന്ന് ഇ.വി. ലൂക്കാസിനോട് മിസ് ബീം ചോദിക്കുകയാണ്. ഒന്ന് നോക്കുമോ എന്ന് മിസ് ബീം ചോദിച്ചു. I went to the window which looked out on a large garden and playground at the back. What do you see? Miss Beam asked. I see some very beautiful grounds, I said, and a lot of jolly children. But what surprises me and pains me too is that are not at all healthy and active. As I came in, I saw one poor little thing being led about because of some trouble with her eyes. And now I can see two more in the same condition. While there is a girl with a crutch is just under the window watching others at play. She seems to be a hopeless cripple. Miss Beam laughed. Okay. അപ്പോൾ ജനാലയുടെ അടുത്തേക്ക് പോയിട്ട് നമ്മുടെ ഇ.വി. ലൂക്കാസ് പുറത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. അവിടെ വലിയൊരു ഗാർഡനും പ്ലേ ഗ്രൗണ്ടും അദ്ദേഹം കണ്ടു. മിസ് ബീം ഇത് നോക്കുമ്പോൾ മിസ് ബീം അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കാണുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇ.വി. ലൂക്കാസ് മറുപടി കൊടുക്കുകയാണ്, ഞാൻ നല്ലൊരു ഗ്രൗണ്ട് കാണുന്നുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് സന്തോഷമുള്ള കുട്ടികളെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എന്നെ ഒരു കാര്യം അത്ഭുതപ്പെടുത്തുന്നുണ്ട്, അതേസമയം എന്നെ സർപ്രൈസ് ചെയ്യിക്കുന്നുണ്ട്, അതേപോലെ എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. അതായത് അവിടെയുള്ള കുട്ടികൾ പലരും എന്താണ്, അവരുടെ കണ്ണുകളിന് പ്രശ്നമുണ്ട്, അവർ കണ്ണ് മൂടിയിട്ടാണ് ഇരിക്കുന്നത്. വേറെ കുറേ കുട്ടികൾ അവിടെ സൈഡിലിരിക്കുന്നുണ്ട്, ഒരു എന്താണ് മുടന്നുള്ള പോലെ ക്രച്ച്, ശരിക്കും നടക്കാനാവാതെ വീൽ ചെയറൊക്കെ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നടക്കുന്ന പോലെ കാണാൻ പറ്റുന്നുണ്ട്. മറ്റു കുട്ടികൾ കളിക്കുന്നത് നോക്കിയിരിക്കുന്നുണ്ട്. എത്ര വേദനയുള്ള കാര്യമാണ്, ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള, ഒരു പ്രതീക്ഷയുമില്ലാത്ത കുട്ടികൾ എന്നുള്ള രീതിയിൽ അദ്ദേഹം താൻ കണ്ട കാഴ്ചയെ വിവരിച്ചു. അപ്പോൾ മിസ് ബീം ഇത് കണ്ട് ചിരിച്ചു. എന്തിനാ ചിരിച്ചതെന്ന് നമുക്ക് നോക്കാം. Oh no, she said. She is not a lame really. This is only her lame day. Nor are those others blind. It is only their blind day. അപ്പോൾ മിസ് ബീം ചിരിച്ചുകൊണ്ട് പറയാണ്, ഓ നിങ്ങൾ കണ്ടത് എന്താണ്, നിങ്ങൾ കണ്ട ആ കുട്ടി എന്ന് പറയുന്നത്, രാവിലെ വന്നപ്പോൾ കണ്ട കുട്ടി, ഇല്ലെങ്കിൽ അവിടെ മുടന്തിയിരിക്കുന്ന ഇല്ലെങ്കിൽ നടക്കാനാവാതിരിക്കുന്ന കുട്ടി എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെയുള്ള കുട്ടിയല്ല.
അവൾക്ക് നടക്കാനൊക്കെ സാധിക്കും. പക്ഷേ ഇന്ന് അവളുടെ ലെയിം ഡേ ആണ്, അവളുടെ ഇന്നത്തെ മുടന്തണ്ട ദിവസമാണ്. അതായത് ഓരോ ഡിസബിലിറ്റിക്കും ഓരോ ദിവസങ്ങളായി കരുതിക്കൊണ്ട് ആ സ്കൂളിലെ കുട്ടികൾ അതിനനുസരിച്ച് പെരുമാറും. അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നിങ്ങൾ കണ്ട കുട്ടി ബ്ലൈൻഡ് അല്ല, പകരം എന്താണ്, അത് അവളുടെ ബ്ലൈൻഡ് ഡേ ആണെന്ന് മിസ് ബീം പറഞ്ഞു. ഐ വാസ് ലുക്ക് അസ്റ്റോണിഷ്ഡ്. I must have looked very much astonished, for she laughed again. There you have an essential part of our system in a nutshell. In order to get these young minds to appreciate and understand misfortune, we make them share in misfortune too. In the course of the term, every child has one blind day, one lame day, one deaf day, and one dumb day. During the blind day, their eyes are bandaged and point of honor not to peep. The bandage is put on overnight, they wake up blind. This means that they need assistance in everything, and other children are told to help them and lead them about. It is educative to both of them, the blind and the helpers. Okay. അപ്പോൾ ഈ ബ്ലൈൻഡ് ഡേനെ കുറിച്ചൊക്കെ നമ്മളുടെ മിസ് ബീം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ലൂക്കാസിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, അത് ഭയങ്കരമായിട്ട് അസ്റ്റോണിഷ് ചെയ്തു, നമ്മുടെ ഓഥറിനെ ഒരുപാട് അത്ഭുതപ്പെടുത്തി ഇങ്ങനൊരു കാര്യം കേട്ടപ്പോൾ. അദ്ദേഹം അത്ഭുതപ്പെടുന്ന കണ്ട് നമ്മുടെ മിസ് ബീം എന്ത് ചെയ്തു, വീണ്ടും ചിരിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഇല്ലെങ്കിൽ ഈ സ്കൂളിൻ്റെ പ്രത്യേകതയാണ്. എന്ത്, ഈ രീതിയിലുള്ള ഡേയ്സ് സെലിബ്രേറ്റ് ചെയ്യുക. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ കുഞ്ഞു മനസ്സുകളെ, അവിടെ പഠിക്കാൻ പോയ കുഞ്ഞു മനസ്സുകളെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ. അതായത് നമ്മുടെ ജീവിതത്തിലൊക്കെ എന്ത് നടക്കുന്നുണ്ട്, പെട്ടെന്നായിരിക്കാം നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കുക. പെട്ടെന്നൊരു ആക്സിഡൻറ്റിലായിരിക്കാം നമുക്ക് കൈകാലുകൾ നഷ്ടപ്പെടുന്നുണ്ടാവുക, കാഴ്ച നഷ്ടപ്പെടുന്നുണ്ടാവുക. അങ്ങനെ പലതരത്തിലുള്ള നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതിനൊക്കെ തന്നെ മനസ്സിലാക്കാനും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാനും, എനിക്കതൊരു കുറവല്ല, അത് എൻ്റെ ഭാഗമാണ് എന്നവരെ സ്വയം ബോധ്യപ്പെടുത്താനുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള മിസ്ഫോർച്യൂൺസ്, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാനും അത് ഷെയർ ചെയ്യാനും അവർക്ക് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സാധിക്കുന്നു. അപ്പോൾ ഇവരുടെ ഈ ഒരു ടേമിൽ, ഇവർ പഠിക്കുന്ന കാലയളവിൽ ഓരോ കുട്ടിക്കും ഒരു ബ്ലൈൻഡ് ഡേ, ഒരു കണ്ണ് കാണാത്ത ദിവസം, അതുപോലെ ഒരു ലേം ഡേ, ഒരു മുടന്തുന്ന ദിവസം, അതേപോലെ ഒരു ഡെഫ് ഡേ, കേൾക്കാത്ത ദിവസം, അതേപോലെ തന്നെ ഡം ഡേ, മിണ്ടാതിരിക്കേണ്ട ദിവസം, അതായത് ഊമയാവുക. ഇങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് അവർക്ക് കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലൈൻഡ് ഡേയിൽ കുട്ടികളിൽ എന്ത് ചെയ്യും, അവരുടെ കണ്ണുകൾ ബാൻഡേജ് ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അവർ അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്, കുട്ടികളുടെ കണ്ണ് കെട്ടുമ്പോൾ അവർ അത് പീപ്പ് ചെയ്യാതെ, അതിൽ നിന്നും പുറത്തേക്ക് ഒളിഞ്ഞു നോക്കാതിരിക്കുന്നതും വലിയൊരു കാര്യമാണ് അല്ലേ. നമ്മുടെ കണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 2 മിനിറ്റ് കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യും, അതൊന്ന് തുറന്ന് നോക്കാൻ നോക്കും, ഇല്ലെങ്കിൽ അതിൻ്റെ ഇടയിലൂടെ നമ്മൾ പീപ്പ് ചെയ്യും, ഒളിഞ്ഞു നോക്കും. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുന്ന കാര്യവും കൂടി, ആ ഒരു ക്ഷമയും കൂടി അവരതിലൂടെ പഠിക്കും. അപ്പോൾ ബ്ലൈൻഡ് ഡേ ആണെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും, തലേ ദിവസം രാത്രി തന്നെ കണ്ണ് മൂടിക്കെട്ടിയിട്ട് കിടക്കും. എന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ എന്താണ്, അവർ ബ്ലൈൻഡായിട്ടാണ് എണീക്കുന്നത്. ആ ഒരു രാവിലെ തൊട്ട് അവർക്ക് എല്ലാ കാര്യത്തിനും എന്ത് വേണം, ഒരാൾ അസിസ്റ്റ് ചെയ്യാൻ, ഹെൽപ്പ് ചെയ്യാനായിട്ട് വേണ്ടി വരും. അങ്ങനെ അവർ ഹെൽപ്പ് ചെയ്യും. എന്നിട്ടോ, അപ്പോൾ ഈ ഹെൽപ്പ് ചെയ്യുന്ന കുട്ടിക്കും എന്താണ്, പുതിയൊരു പാഠമാണ്. തൻ്റെ സഹജീവിക്ക് കണ്ണില്ലെങ്കിൽ താൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്ന് ആ കുട്ടിയും അതുവഴി മനസ്സിലാക്കും. അതൊരു എഡ്യൂക്കേറ്റീവാണ്, രണ്ടുപേരെയും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് ബ്ലൈൻഡായ കുട്ടിക്കും അതേപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന കുട്ടിക്കും. Everyone is very kind, Miss Beam continued, and it is really something of a joke, although, of course, before the day is over, the reality of the disability becomes clean even the least thoughtful. The blind day is, of course, really the worst, but some of the children tell me that the dumb day is the most frightening. There, of course, the child must use willpower only because the mouth is not bandaged. But come down into the garden and see for yourself how children like it. എന്നിട്ട് മിസ് ബീം പറയാണ്, ഇവിടെ എല്ലാവരും എന്താണ്, വളരെ ദയയുള്ള നല്ല മക്കളാണ് എന്ന് പറയാണ്. എന്നിട്ട് അവർ പറയാണ്, ഇതിൽ തമാശയായിട്ട് തോന്നുന്നുണ്ടാവും, അതേപോലെ തന്നെ എന്താണ്, ഒരു തമാശയായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതെന്താണ്, ആ ഡിസബിലിറ്റിയെക്കുറിച്ച് ഓരോരുത്തർക്കും അതിൻ്റെ യാഥാർത്ഥ്യം, റിയാലിറ്റി മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ കിട്ടുന്നത്. അതുപോലെ ഒട്ടും ഇതിനെക്കുറിച്ച് ബോധ്യമില്ലാത്ത കുട്ടിക്ക് പോലും എന്താണ് ബ്ലൈൻഡായ ആളുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും.
അതുപോലെ ചിലപ്പോൾ പല കുട്ടികളും എന്താണ് അതിൽ പറയാറുള്ളത്, ബ്ലൈൻഡ് ഡേ ആണ് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള, ഒരിക്കലും കിട്ടരുതെന്ന് ആഗ്രഹിക്കുന്നത്, നമ്മളായാലും ആഗ്രഹിക്കുന്നത് എന്താണ്, ബ്ലൈൻഡ് ആവുന്ന അവസ്ഥ വേണ്ടാന്നായിരിക്കും. കുട്ടികളും അത് പറയാറുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കുറേ കുട്ടികൾ, അവിടെയുള്ള മറ്റ് പല കുട്ടികളും എന്താ പറയുന്നത്, ഡം ഡേ ആണ് ഏറ്റവും പേടിപ്പെടുത്തുന്നത് എന്നാണ്. ഡം ഡേ മീൻസ് സംസാരിക്കാതിരിക്കുക. അതിന് നല്ല വിൽ പവർ തന്നെ വേണം. കാരണം ബ്ലൈൻഡ് ഡേയിൽ നമ്മുടെ കണ്ണുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാൻഡേജ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാതിരിക്കാൻ ശ്രമിച്ചാൽ മതി, ചെയ്യാതിരുന്നാൽ മതി. പക്ഷേ നമ്മുടെ വായ ഒരിക്കലും മൂടിക്കെട്ടില്ല ഡം ഡേക്ക്. അതുകൊണ്ട് തന്നെ ആ വായ തുറക്കാതിരിക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കായിട്ടാണ് കുട്ടികൾക്ക് തോന്നുന്നത്. എന്നിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ മിസ് ബീം ലൂക്കാസിനെയും കൂട്ടിക്കൊണ്ട് ഗാർഡനിലേക്ക് പോവാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഓരോ കുട്ടികളെയും നോക്കൂ, എന്നിട്ട് അവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞു നമ്മുടെ ലൂക്കാസിനോട്. മിസ് ബീം ലെഡ് മീ ടു വൺ ഓഫ് ദ ബാൻഡേജ്ഡ് ഗേൾസ്, എ ലിറ്റിൽ മെറി തിങ്. ഹിയർ ഇസ് എ ജെന്റിൽമാൻ കം ടു ടോക്ക് ടു യു, സെഡ് മിസ് ബീം, ആൻഡ് ലെഫ്റ്റ് us. Don't you ever peep? I asked by way of an opening. Oh no, she exclaimed. That would be cheating. But I have no idea it was so awful to be blind. You can't see a thing. One feels one is going to hit by something every moment. Sitting down is such a relief. ഓക്കെ, അപ്പോൾ ഇതാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മിസ് ബീം എന്ത് ചെയ്തു, ഈ കുട്ടിയെ നമ്മുടെ ഓദറിനെ, ലൂക്കാസിനെ കണ്ണ് കെട്ടിയിട്ടുള്ള ഒരു കുട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഒരു ചെറിയ സന്തോഷമുള്ള ഒരു കുഞ്ഞു കുട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് മിസ് ബീം പറയാണ്, കുട്ടി നിന്നോട് സംസാരിക്കാനായിട്ട് ഒരു ജെന്റിൽമാൻ, ഒരു മാന്യ വ്യക്തി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് മിസ് ബീം ലൂക്കാസിനെ ആ കുട്ടിയുടെ അടുത്ത് നിർത്തി മിസ് ബീം അവിടെ നിന്ന് പോയി. ഇനി നമ്മുടെ ലൂക്കാസ് കുട്ടിയോട് ചോദിക്കുകയാണ്, ഡോണ്ട് യു എവർ പീപ്പ്? നീ ഒരിക്കലും ഇതിൽ നിന്നും ഒളിഞ്ഞു നോക്കിയിട്ടില്ലേ, കണ്ണ് കെട്ടിയതിൽ നിന്നും എന്ന് ചോദിച്ചു. അത് ഒരു വഴിയുടെ തുടക്കത്തിൽ വെച്ചായിരുന്നു. അപ്പോൾ അവൾ ഉത്തരം പറയാണ്, ഓ ഇല്ല, ഒരിക്കലുമില്ല, അത് ചീറ്റിംഗ് ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ചീറ്റിംഗ് ആണ്. പിന്നെ എനിക്ക് ഇത്രയും കാലം അറിയില്ലായിരുന്നു ഈ കണ്ണ് കാണാതിരിക്കുക എന്ന് പറയുന്നത് ഓഫുള്ളായിട്ടുള്ള, ഇത്ര അത്ഭുതമുള്ള കാര്യമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നമ്മൾക്കൊരു കാര്യവും കാണാൻ സാധിക്കില്ല. മാത്രമല്ല നമ്മളെപ്പോൾ വേണമെങ്കിലും ഏതൊരു കാര്യത്തിലും പോയി ഇടിക്കാം എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരും. മനസ്സിലായില്ലേ? അതായത് നമ്മൾ കണ്ണടച്ചിട്ട് പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും തട്ടും എന്നുള്ളൊരു ബോധത്തിലാണ്. അപ്പോൾ അങ്ങനൊരു ഫീലിംഗ് നമുക്ക് വരും. മാത്രമല്ല ബ്ലൈൻഡ് ഡേയുള്ള ദിവസങ്ങളിൽ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണെന്നും ആ കുട്ടി പറഞ്ഞു. Are you guides kind to you? Pretty good. Not as careful as I shall be when it is my turn. Those that have been blind already are the best. It is terrible not to see. I wish you would try. Shall I lead you anywhere? I asked. വീണ്ടും ആ കുട്ടിയോട് ലൂക്കാസ് സംസാരിക്കുകയാണ്. ചോദിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങളെ നയിക്കുന്ന ഈ കണ്ണ് കാണാത്ത കുട്ടിയുടെ കൂടെ നടക്കുന്ന കുട്ടി, ആ ആളെങ്ങനെയാണ്, നിങ്ങളോട് ദയയുള്ള ആളാണോ എന്ന് ലൂക്കാസ് ചോദിച്ചു. അതായത് ബ്ലൈൻഡ് ആയിട്ടുള്ള ആളെ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ഒരാൾ അസിസ്റ്റ് ചെയ്യണം എന്ന് നേരത്തെ പറഞ്ഞു. ആ അസിസ്റ്റ് ചെയ്യുന്ന ആൾ നിങ്ങളോട് മര്യാദക്കാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ മറുപടി പറയാണ്, കുഴപ്പമില്ല, പ്രിറ്റി ഗുഡ്, നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ അസിസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ചെയ്യുന്ന അത്രയൊന്നും അവർ ചെയ്യാറില്ല എന്നവൾ പറഞ്ഞു. എന്നിട്ട് പറയാണ്, ഓൾറെഡി ബ്ലൈൻഡ് ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അവർ ബെസ്റ്റാണ് എന്ന് അവൾ പറഞ്ഞു. ഇറ്റ് ഈസ് ടെറിബിൾ നോട്ട് ടു സീ. നമുക്കൊന്നും കാണാൻ സാധിക്കില്ല എന്ന് പറയുന്നത് വളരെ ടെറിബിളായിട്ടുള്ള കാര്യമാണ് എന്നും അവൾ പറഞ്ഞു. എന്നിട്ട് ഓദറിനോട് പറയാണ്, നിങ്ങളും ഒരു ദിവസം ഇത് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ലൂക്കാസ് പറയാണ്, ഞാൻ നിങ്ങളെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണോ ഇല്ലെങ്കിൽ എവിടേക്കെങ്കിലും നിങ്ങളെ നയിക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ മറുപടി പറയാണ്, ഓ യെസ്, ഷീ സെഡ്, ലെറ്റ്സ് ഗോ ഫോർ എ ലിറ്റിൽ വാക്ക്. ഓൺലി you must tell me about things. I shall be so glad when today is over. The other bad days can't be half as bad as this. Having a leg tied up and hopping about on a crutch is almost a fun, I guessed. Having an arm tied up a little more troublesome because you have to get food cut up for you and so on. But it does not really matter. And as for being deaf for a day, I shan't mind that, at least not much. Being blind so frightening, my head aches all the time, just from avoiding things that probably aren't there. Where are we now? Okay.
അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ അവൾ പറഞ്ഞു, എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണോ എന്ന് ലൂക്കാസ് ചോദിച്ചപ്പോൾ അവൾ മറുപടി പറഞ്ഞു, നമ്മൾക്ക് ചെറുതായിട്ടൊന്ന് നടക്കാം എന്നാ കുട്ടി പറഞ്ഞു. എന്നിട്ട് പറയാണ്, ഞാനിനി എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞാൽ അവൾ പറയാണ്. അതുപോലെ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ അത് എനിക്ക് ഇന്നത്തെ ദിവസം വളരെ ഗ്ലാഡ് ആവുമെന്നും അവൾ പറഞ്ഞു. എന്നിട്ട് അവൾ ഓരോ ദിവസത്തെക്കുറിച്ച് പറയാണ്. ഈ ദിവസത്തേക്കാൾ മോശമായിട്ടുള്ള, ഇതിൻ്റെ പകുതി പോലും മോശമല്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഏത് ദിവസമാണ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലെയിം ഡേ ആണെങ്കിൽ, അതായത് കാല് വയ്യാത്ത ദിവസമാണെങ്കിൽ അന്ന് എന്ത് ചെയ്യും, കാല് രണ്ടും കെട്ടിയിട്ട് ക്രച്ചിലിരിക്കുക, ഇല്ലെങ്കിൽ ക്രച്ച് ഉപയോഗിച്ച് നടക്കുക, അതായത് നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഉപയോഗിച്ച് നടക്കുക എന്ന് പറയുന്നത് വളരെ ഫണ്ണായിട്ടുള്ള കാര്യമാണ്. പിന്നെ ചില ദിവസങ്ങൾ കൈകൾ കെട്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നടക്കേണ്ടി വരും. ആ സമയം നമുക്ക് ചിലപ്പോൾ എന്താണ്, ഫുഡൊക്കെ എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ടെന്നും അവൾ പറഞ്ഞു. പക്ഷേ എന്നിരുന്നാലും അതൊന്നും അത്ര വലിയ കാര്യമല്ല. എന്നാലും ഡെഫ് ഡേ എന്ന് പറയുന്നത് എന്താണ്, ചെവി കേൾക്കാത്ത ദിവസം, അത് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അത് ഞാനത്ര ശ്രദ്ധിക്കാറില്ല എന്നും അവൾ പറഞ്ഞു. എന്നിട്ട് പറയാണ്, ബ്ലൈൻഡ് ഡേ എന്ന് പറയുന്നത് വളരെ ഫ്രൈറ്റനിങ് ആണ്, വളരെ പേടിപ്പിക്കുന്ന ഒന്നാണ്. പിന്നെയെന്ന് പറയുന്നുണ്ട്, എൻ്റെ ചില സമയത്ത് എൻ്റെ തലയൊക്കെ വളരെയധികം വേദന എടുക്കും, നമ്മൾ പല കാര്യങ്ങളും അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരും എന്നവൾ പറയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, വേർ ആർ വി നൗ, ഇപ്പം നമ്മളെവിടെ എത്തി എന്നവൾ ചോദിച്ചു. അപ്പോൾ ലൂക്കാസ് പറയാണ്, ഇൻ ദ പ്ലേ ഗ്രൗണ്ട്, ഐ സെഡ് ഗോയിങ് ടുവേർഡ്സ് ദ ഹൗസ്. എന്നിട്ട് പറഞ്ഞു, നമ്മളിപ്പോൾ പ്ലേ ഗ്രൗണ്ടിൻ്റെ അടുത്താണ്, നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ അടുത്തേക്കായിട്ട് മാറും എന്നും പറഞ്ഞു. മിസ് ബീം ഈസ് വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ദ ടെറസ് വിത്ത് എ ടോൾ ഗേൾ. ആ സമയത്ത് മിസ് ബീം എന്ത് ചെയ്യായിരുന്നു, ഒരു നീളമുള്ള പെൺകുട്ടിയോടൊപ്പം മുകളിൽ നിന്ന് താഴോട്ടേക്കും താഴെ നിന്നും മുകളിലേക്കും നടക്കുകയായിരുന്നു. വാട്ട് ഹാസ് ദ ഗേൾ ഗോട്ട് ഓൺ, മൈ കമ്പാനിയൻ ആസ്റ്റ് മീ. അപ്പോൾ ചോദിക്കുകയാണ്, ആ ഗേൾ ഇപ്പോൾ അവിടെ എന്ത് ചെയ്യാണ് എന്ന് കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി, എന്താണ് ധരിച്ചിരിക്കുന്നതെന്ന് കൂടെയുള്ള പെൺകുട്ടി ആരോട് ചോദിച്ചു, ഓദറിനോട് ചോദിച്ചു. അപ്പോൾ പറയാണ്, എ ബ്ലൂ സ്കേർട്ട് ആൻഡ് എ പിങ്ക് ബ്ലൗസ്. അപ്പോൾ പറഞ്ഞു, ഒരു ബ്ലൂ പാവാടയും ഒരു പിങ്ക് ബ്ലൗസുമാണ് ആ കുട്ടി ഇട്ടിരിക്കുന്നതെന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ പറയാണ്, ഐ തിങ്ക് ഇറ്റ്സ് മിലി. അപ്പോൾ അവൾ പറയാണ്, കണ്ടിട്ട് അത് മിലിയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. വാട്ട് കളർ ഈസ് ഹെർ ഹെയർ എന്ന് ചോദിച്ചു. അവളുടെ മുടിയുടെ നിറം എന്താണ്, കാരണം എന്താ, ഈ കുട്ടിയുടെ കണ്ണ് കെട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയാണ്, അവളുടെ മുടിയുടെ കളർ എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ലൂക്കാസ്, നമ്മുടെ ഓദർ, മറുപടി പറയാണ്, വെരി ലൈറ്റ്, ഒരു ഇളം നിറമാണ് അവളുടെ മുടി എന്ന് പറഞ്ഞു. യെസ്, ദാറ്റ്സ് മിലി, ഷീ ഈസ് ദ ഹെഡ് ഗേൾ, ഷീ ഈസ് വെരി ഡീസൻറ്റ്. എന്നിട്ട് പറയാണ്, അത് മിലി തന്നെയാണ്, അവളാണ് ഇവിടുത്തെ ഹെഡ് ഗേൾ, അതായത് ലീഡർ എന്നുള്ള അർത്ഥത്തിലാണ്, അവൾ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള കുട്ടിയാണെന്നും പറഞ്ഞു. ദർ ഈസ് ആൻ ഓൾഡ് മാൻ ടൈയിങ് എ റോസസ്, ഐ സെഡ്. അപ്പോൾ ഓദർ പറയാണ്, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരാൾ റോസിൻ്റെ ചെടികളൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറയാണ്, യെസ്, ദാറ്റ്സ് പീറ്റർ, ഹീസ് ദ ഗാർഡനർ, ഹീസ് ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ഓൾഡ്. എന്നിട്ട് പറയണം, അത് പീറ്ററാണ്, അദ്ദേഹം ഇവിടുത്തെ പൂന്തോട്ടം നോക്കുന്ന ആളാണ്, ഗാർഡനറാണ്, അദ്ദേഹത്തിന് 100 വർഷത്തോളം പ്രായമുണ്ടാവും എന്ന് പറഞ്ഞു. ആൻഡ് ഹിയർ കംസ് എ ഡാർക്ക് ഗേൾ ഇൻ റെഡ് ഓൺ ക്രച്ചസ്. അപ്പോൾ വേറൊരു പെൺകുട്ടി അതിലൂടെ പാസ്സായി, ഒരു ഇരുണ്ട നിറമുള്ള കുട്ടി, അവൾ ചുവപ്പ് ഡ്രസ്സിലാണ്, ക്രച്ചസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, നടക്കാൻ പറ്റാത്തതുകൊണ്ട് ക്രച്ചസ് ഉപയോഗിച്ചാണ് നടക്കുന്നത്. അപ്പോൾ കൂടെയുള്ള പെൺകുട്ടി പറയാണ്, യെസ്, ഷീ സെഡ് ദാറ്റ്സ് ബെറിൽ. അപ്പോൾ പറഞ്ഞു, അത് ബെറിലാണ് എന്ന് ആ കുട്ടിയെയും കാണാതെ തന്നെ നമ്മുടെ ഈ പെൺകുട്ടി ഓദറോട് പറഞ്ഞു. And so we walked on, and in guiding the little girl about, I discovered that I was many times more thoughtful already than usual. I also realized that having to describe the surroundings to another makes them more interesting. When Miss Beam came to release me, I was so sorry to go. I walked back to the town, murmuring incorrectly as ever the lines, "Can I see another's woe and not share their sorrow too? Oh never, oh no, never can it be, never, never can it be." അപ്പോൾ അങ്ങനെ അവർ സംസാരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അത്രയും നേരത്തെ അനുഭവം നമ്മുടെ ഓദറിൻ്റെ ഉള്ളിൽ ഒരുപാട് പുതിയ ചിന്തകൾ ജനിപ്പിക്കാൻ വേണ്ടി കാരണമായി. അദ്ദേഹം മനസ്സിലായി, മറ്റൊരാൾക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, കാണാത്ത ഒരാൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എത്ര മനോഹരമായിട്ടുള്ള കാര്യമാണെന്നൊക്കെ, വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യമാണെന്നൊക്കെ അദ്ദേഹത്തിന് തോന്നി.
അങ്ങനെ നമ്മുടെ ഓഥർ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്, ആ സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. പക്ഷേ നമ്മുടെ ഓഥറിന് അവിടെ നിന്ന് പോകാൻ തോന്നില്ല, അവിടെ നിന്ന് വിട്ടു പോകാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അദ്ദേഹം പുറത്തിറങ്ങി ഈ താഴെ പറയുന്ന വരികൾ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ക്യാൻ ഐ സീ അതേഴ്സ് വോ, എനിക്ക് മറ്റുള്ളവരുടെ വേദന കാണാൻ പറ്റുന്നുണ്ട്. ഐ നോട്ട് ഷെയർ ദെയർ സോറോ ടു, എനിക്ക് അവരുടെ വേദനകൾ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ഓ നെവർ നെവർ ക്യാൻ ഇറ്റ് ബി, നെവർ നെവർ